കല്ല് വീട് അങ്ങോട്ട് മാറ്റിയാൽ മതി. ആ നല്ലപോലെ ഇട്ട് റെഡിയാ. അവരുടെ ശനി ഞായറോ വരാം. മെമ്പറിനോട് നമുക്ക് പറയാം. ഇവർ വന്ന് തീരുമാനിക്കട്ടെ എന്ന് അനുസരിച്ച് മെമ്പറിനോട് പറയാം. ഇപ്പോഴത്തെ മെമ്പറിനെ റെജി മെമ്പർ വിളിച്ചോളൂ. മകന്റെ ഭാര്യ ഞാൻ പഠിപ്പിച്ചെടുക്കേണ്ട ഭാര്യയായിരിക്കും. ആ ചെറുക്കൻ അവരുടെ വസ്തുവിന് ചോദിക്കുന്നത് 2 ലക്ഷം. ആ ചെറുക്കൻ അവരുടെ വസ്തുവിന് ചോദിക്കുന്നത് സെന്റിന് 2 ലക്ഷം. ഈ ബിനു എന്ന് പറയുന്നത് ഈ നമ്മള് വഴി കൊടുത്തവൻ അവന്റെ വസ്തുവിനാണ്. ആയിരിക്കും. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഓടെ കൊടുക്കാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങളിങ്ങനെ അവര് ചോദിക്കുന്ന പോലെ ഇങ്ങനെ കിഴക്കോട്ടൊന്നും ഇനി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്ക് മുട്ടതിര് വരുമെന്ന് കിഴക്കോട്ടൊക്കെ കൊടുക്കുമ്പോഴേ. ഇവർക്ക് വസ്തുവിന് മുട്ടതിര് വരുമെന്ന് ഈ എന്തോ എന്റെ പേര് ആ ബിനു എന്ന് പറയുന്നവൻ ആ കമലാക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരങ്ങനെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വസ്തുവിനകത്ത് വലിയ കിഴക്കോട്ട് ഇങ്ങനെ കൊടുക്കാൻ നേരം നമ്മൾ ചോദിക്കുന്ന വില തരേണ്ടി വരും. ഇതിന് വലിയ വിലയാണ്. 3 ലക്ഷം രൂപ സെന്റിന് തരേണ്ടി വരും. അന്നേരം 2 സെന്റ് മതിയായിരിക്കും അവർക്ക് വാങ്ങി കൊടുക്കാൻ. അതിനേക്കാൾ നല്ല കിഴക്കോട്ട് പോയി 3 ലക്ഷം രൂപ തരിക. നമ്മൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അതിൽ കൂടുതലും വേണേൽ ചോദിക്കായിരുന്നു. ആയിരിക്കുമല്ലോ. കമലാക്ഷി ആയിരിക്കും. എന്നോട് ചോദിച്ചു നിങ്ങളെ ഞങ്ങൾക്ക് എനിക്ക് 2.5 ഒരിക്കലും കൊടുക്കത്തില്ല. 2.5 കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും. അല്ലാതെ കൊടുക്കത്തില്ല. അപ്പൊ അയാൾ പറഞ്ഞു അതിൽ കുറച്ച് ഒരിക്കലും പറയട്ടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. അല്ല ബിനു എന്ന് പറയുന്നത്. ബിനു ഈ നമ്മള് വഴി കൊടുത്തവൻ. ചെറുക്കൻ പറഞ്ഞു അങ്ങനെ ഇപ്പവേ ഒരുപാട് സ്വർണ്ണം ഇത്രയുള്ള സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ട് ചെന്നാൽ 1.5 ലക്ഷം രൂപയോളം വേണം. എത്ര രൂപയോ 1 ലക്ഷത്തിൽ ചില്ലറയായി പകല് തന്നെ. പിന്നെ ഇത് വാങ്ങിച്ചാലേ നമ്മൾ വിൽക്കാൻ ചെന്നവരെ കിട്ടുമോ? പണിക്കുറവ് എന്നെല്ലാം പറഞ്ഞോണ്ട് എല്ലാം കളയും. മനസ്സിലായോ? അപ്പൊ എത്ര രൂപയോ ഒരു പവൻ നമ്മൾ സ്വർണം വാങ്ങിച്ചാല് എന്തുമാത്രം നഷ്ടം ഒരാൾക്ക് വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇനിയുള്ള കാലത്ത് സ്വർണം വാങ്ങിക്കുന്നത് നഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാനുള്ളത് മാത്രമേ വാങ്ങിക്കാവൂ. പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. അതായിരിക്കും നല്ലത്. അത് സ്വർണം കൊടുത്താൽ സ്വർണത്തിന്റെ വില തന്നെ. ആ സ്വർണത്തിന് പണിക്കൂലിയൊന്നും ഇല്ലല്ലോ ബിസ്ക്കറ്റിന്. അങ്ങനെയുള്ളതേ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല സ്വർണം വാങ്ങിച്ച് ആഭരണങ്ങൾ ഒത്തിരി വാങ്ങിച്ചിട്ട് പിന്നെ കടയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തുവാ 10-50,000 നഷ്ടം വന്നാലും 25,000 നഷ്ടം വരും. സ്വർണം എന്തുവാ ഇങ്ങനെ വാങ്ങിച്ചാല് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി. അവൻ ഉണ്ടാക്കട്ടെ. നമ്മളതൊന്നും ഇപ്പഴേ കൊടുക്കത്തില്ല. ഇവന് അമ്മയ്ക്ക് എന്താ അമ്മ ഇങ്ങനെ തോക്കിക്കാൻ നമ്മൾ വെടിവെക്കുന്നത്. നമ്മുടെ അമ്മ തോന്നുന്നു വാങ്ങിക്കണം. അതൊന്നും കൊച്ചിന് കൊടുക്കും. 25 ഞാൻ കൊടുക്കും. 25 കൊച്ചിന് കൊടുക്കും. എന്നാലും തന്നെ ഇല്ല. 25 30 കൊടുക്കാം. 30 ഇപ്പൊ പറഞ്ഞിട്ടാൽ മതിയല്ലോ. 30 ധാരാളം ഉള്ളു. വലിയ പിന്നെ അത് വാങ്ങിക്കണം. അതിനോട് കൊള്ളത്തില്ല. നമ്മുടെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാ കൊച്ചും സ്വർണ്ണം വേണം. ഒന്നും അവിടെ ഇട്ടിട്ടില്ല ഇതുവരെ. ഈ നാളെ കാരണം ഒന്നും ഞാൻ ഒരു മോതിരം ഞാൻ വാങ്ങിച്ചിട്ട് കൊച്ചിന് കൊടുത്തു. അമ്മ ഓർക്കുന്നുണ്ടോ ആ സംഭവം? കളഞ്ഞുപോയി. ഇവന് ഊരിയെടുത്തതായിരുന്നു. ഇച്ചിരി ലൂസായിരുന്നു. നമ്മള് ചരടെല്ലാം കെട്ടി കൊടുത്തതാ. കൊച്ചിന്റെ കയ്യെ മുറുക്കിയിട്ട് കൊടുത്തതാ. എവിടെ പോയെന്ന് അറിയത്തില്ല. വാങ്ങിച്ചതായിരിക്കും. എല്ലാം ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. കാതി കമ്മലും ഇല്ല. കമ്മലും ഇല്ല. ആ കമ്മലൊക്കെ ഞാൻ ഇവിടെ 3 ജോഡി കമ്മല് കൊടുത്തതാ. ഒന്നും എനിക്കറിയത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. എന്ത് ചെയ്യുന്നില്ല. അവിടെ കാതിലൊന്നും ഇല്ലല്ലോ. ഇവളോട് പറ്റിച്ചല്ലോ എടുക്കുവൻ. മഹാവല്ലാത്തവനാ. നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല. സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. അവനൊരു കുഴപ്പമില്ല. ഒരു ഇത് നടക്കുന്നത് ഞാൻ കണ്ടവനെ. എന്താ കുഴപ്പവന്? നിൽക്കുന്ന കണ്ടില്ല. അവന്റെ ഫോട്ടോ കാണണം.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വത്ത് നഷ്ടപ്പെട്ട ഇങ്ങനെയാണോ ആളുകൾ ഇരിക്കുന്നത്? ഇത്ര ഏക്കർ സ്വത്ത് പോയവനോ ഒരു മുഖത്തൊരു ഇത് നല്ല സന്തോഷത്തിലിരിക്കുന്നു. ഇവരിതെല്ലാം മറിച്ച് വെച്ച് മറ്റേ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുക. അവയ്ക്കറിയത്തില്ല വലിയ കള്ളത്തരങ്ങളുണ്ട്. ഇതുപോലെ എന്റെ ഇല്ലല്ല എന്റെ എന്തുവാ 1.5 ലക്ഷം കൊണ്ട് മാത്രം കൊണ്ട് ബാങ്കിൽ ഇട്ടേച്ച് ഞാൻ ഒരു 1.5 ലക്ഷത്തിനാണ് ഈ വസ്തു വിറ്റത് വരുത്തിക്കൊണ്ട് എന്തെല്ലോ ഒത്തിരി പൈസ ഇവന്മാര് വഹിച്ചെടുത്തിട്ടുണ്ട്. ഈ 17 കൊടൂരൊക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ഇത് തെളിവുണ്ട്, എടുപ്പിക്കണം അത്. കൊടൂരൊക്കെ വസ്തു 1 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ എനിക്ക് ഇട്ട് തന്നത്. ബാക്കി എന്റെ കൈ തരുമായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇവന്മാര് വെച്ച് 1.5 ലക്ഷം രൂപ വസ്തുവിന് ആകെ എനിക്ക് കിട്ടിയുള്ളത്. അങ്ങനെയൊക്കെ വരച്ച് എന്തൊക്കെയോ ഇവന്മാര് പറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായോ എനിക്ക് ഇപ്പഴാ എനിക്ക് മനസ്സിലായത് കള്ളത്തരങ്ങളൊക്കെ ഇപ്പഴാ മനസ്സിലായത്. കോടികൾ കിട്ടുന്ന വസ്തു നമ്മളെ നഷ്ട പൊട്ടാണോ കിട്ടുന്ന വസ്തു എന്തുവാ 1 ലക്ഷം ഒക്കെ കൊടുക്കാന്? റോഡില്ലെന്നല്ല ദേവരാജനും ഒക്കെ ഇനി വരുന്നത്. ദേവരാജൻ ആരാ നമ്മുടെ സഭയ്ക്ക് വന്നത്? ദേവരാജനും കുറെ എന്തോ വട്ടക്കോട്ടെ ഗോപിയോ അവരൊക്കെ വട്ടക്കോട്ടെ ഗോപിയായിരുന്നു. ദേവരാജനാ ഒന്ന് ഉണ്ടായത്. അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ള ഇതാ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമാണ്. അതിനെപ്പാടും ഉണ്ടോ? അപ്പം ഇവിടെ ഉണ്ടോ ചേട്ടൻ്റെ? അവരുണ്ടായിരിക്കും തോന്നി, എനിക്കറിയത്തില്ല. ഉണ്ടെന്ന് തോന്നി. ഞാൻ എന്നാലും അവരെ കണ്ടെന്ന് തോന്നുന്നു എവിടെയോ പോയപ്പോ. ഒരു പെണ്ണുണ്ട് പട്ട് പിടിച്ചത്. അത് ചത്തുപോയില്ലയോ? അറിയത്തില്ല. എനിക്കും നാളെ ചത്തുപോയെന്ന് അറിയാൻ വയ്യ. ചെറുക്കനും പട്ട് പിടിച്ചതേക്ക് അമ്മയാണ്. ഞാൻ തനിക്ക് വഴി പോകുന്നു. എന്ത് വട്ടവന് ചുമ്മാ കുളത്തിലൊക്കെ ചാടിക്കാൻ അഭിനയിച്ചു വരികയോ? അമ്മ കണ്ടിട്ടില്ലേ ഇതിന്? എന്തുവാ ഇത്? അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് എനിക്ക് അമ്മ കണ്ടിട്ടില്ലേ അവനെ? അതേ അവന്റെ വെല്ലുവിളെ കൊണ്ടുവിട്ടേക്ക് പോകുന്ന കാണാമല്ലോ. അവരെ ആരും പിടിച്ചോണ്ട് പോകുന്നില്ല. നമ്മുടെ വിദേശത്ത് എനിക്ക് അവരെ ഓർമ്മയുണ്ടോ? അതിനെ കുറിച്ചിട്ട് പോകുന്നു. പെണ്ണുമ്പിഴയോ? ഇതേവരാജിന്റെ പെണ്ണുമ്പിഴ ചത്തുപോയോ? ഒരെണ്ണം ചത്തില്ലയോ? ആദ്യത്തെ ചത്തുപോയി. പെട്ടെന്നല്ല അവരൊരു കുഴപ്പമില്ലാത്തവരാ ജോലിയെല്ലാം ചെയ്തവരായിരുന്നു. അവർക്കേതാണ്ടല്ല ഇതുപോലെ അസുഖം ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാം കുറിച്ച് നടത്തുമായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. കുഴപ്പമില്ല. കഴിച്ചോ? ഞാൻ ഓമയ്ക്കാൻ നിന്നില്ലയോ? 2 മണിയാവട്ടെ. നമ്മളെ വ്യഭിചാരി വ്യഭിചരിക്കാനൊന്നും പോകുന്നില്ല. അവരുടെ കുട്ടിങ്ങനെ വ്യഭിചരിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും അവന് പോയിട്ടില്ല. ഓറ്റക്കാരെന്ന് പറഞ്ഞ വിചാരികളുടെ കൂട്ടങ്ങളാണ്. ഇതുവരെ എല്ലാവരെയും പറയാനും പറ്റില്ല. ഈ തള്ളയുടെ മക്കളുണ്ടല്ലോ, ഈ സത്രവോയില് ഒഴിച്ച് ബാക്കി എല്ലാവരും അന്ധകാരം ജീവിച്ചവരാ. ഈ സത്രവോയിലുള്ള വിചാരിയായിട്ട് നടന്നത്. ഇവിടെ അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ടായിരുന്നു. മാളിയേക്കര് കുറെ എണ്ണങ്ങൾ അവിടെ ഉപയോഗിക്കാൻ അവരിങ്ങനെ നടക്കുമല്ലോ. അങ്ങനെ പള്ളിക്കൂടത്തിൽ പോയാലും പള്ളിക്കൂടത്തിലെ ആമ്പിള്ളായെ എടുപ്പിച്ചൊന്ന് നടക്കുക. അങ്ങനെ ഞങ്ങളെ എടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങളൊക്കെ ഇവിടുന്ന് പ്രസംഗിച്ച് വിടുവായിരുന്നു. വ്യഭിചാരികളൊക്കെ നമ്മളെ വിളിക്കാൻ വിളുവാരൊക്കെ വ്യഭിചരിച്ച പോലെ ഞങ്ങൾ വ്യഭിചരിച്ചോ? എന്താ ഇത്? ഞങ്ങൾ അത് സ്കൂൾ ബസ്സിൽ അതിന്റെ അച്ഛനാണ് 4ാം ക്ലാസ് വരെ കൊണ്ടുവിട്ടത്. 5 തൊട്ട് ഇവിടുന്ന് കയറി പോയി ലൈൻ ബസ്സിൽ കയറി. അവിടെ ചെന്നാ നേരെ സ്കൂളിൽ പോണം. സെന്റ് മേരീസ് അവിടെ ചെന്ന് ഞങ്ങളുടെ അറ്റൻഡൻസ് ഉണ്ട്. 190 ദിവസം ഉണ്ടെങ്കിൽ 190 ദിവസവും ഉള്ള അറ്റൻഡൻസ് എന്റെ ബുക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. കേട്ടോ? മഴ തോന്നിയാസം പറഞ്ഞാല് 8, 9, 10ാം ക്ലാസ്സിലെ ബുക്കിനകത്തെ 3 ക്ലാസ്സിലെ അറ്റൻഡൻസ് സൈഡിൽ ഉള്ളതാ ഞങ്ങളുടെ ബുക്ക്. ഇവരൊന്നും നടന്ന പോലെ നടന്നൊന്നുമില്ല. ഞങ്ങള് വിചാരിന്ന് വിളിക്കാൻ മാർക്ക് സൈഡുണ്ട് 3 ക്ലാസ്സിലെ. ഇന്നും ചെന്നാൽ തന്നെ ഞാനേ എഴുതിയിട്ടുണ്ട് എന്റെ അവിടുത്തെ ബുക്കിനകത്ത് സിൽവർ ജൂബിലി വന്നപ്പോ. അന്നൊന്നും ഇത്രയൊന്നും എഴുതാൻ